എല്ലാവർക്കും ടാലൻറ്റ് ഹണ്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 6ാം ക്ലാസ്സിൻ്റെ കേരള പാഠാവലിയിലെ പ്രധാനപ്പെട്ട ചോദ്യോത്തരങ്ങളാണ്. അപ്പോൾ നിങ്ങളുടെ ഓണം എക്സാമിന് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. ഇതിൽ ഓരോ ചോദ്യങ്ങളും നിങ്ങൾ പഠിച്ചു വെക്കുക. നമ്മൾ വാഗ്മയ ചിത്രം, വിവരണം, വിശകലനക്കുറിപ്പ്, ആസ്വാദനക്കുറിപ്പ്, പിന്നെ കഥാരചന, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇതിൽ ഓരോന്നും പ്രധാനപ്പെട്ടതാണ്. നമുക്ക് ഓരോ ചോദ്യങ്ങളായിട്ട് നോക്കാം. ആദ്യത്തെ ചോദ്യം എന്താ? വാഗ്മയ ചിത്രത്തിലെ പലഹാരങ്ങളുടെ താജ് പണിത് ബിച്ചായിഷത്താത്തയെ പരിചയപ്പെടുത്തി കൂട്ടുകാർക്ക് കത്തെഴുതിയല്ലോ. ബിച്ചായിഷത്തായുടെ വാഗ്മയ ചിത്രം തയ്യാറാക്കുക. ബിച്ചായിഷത്തായെക്കുറിച്ച് നമ്മൾ പരിചയപ്പെട്ടതാണ് അല്ലേ? ബിച്ചായിഷത്താത്ത നമുക്ക് ചട്ടിപ്പത്തിരി എന്നുള്ള പാഠത്തിലൂടെ നമുക്ക് പരിചിതമായിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ നമുക്ക് ബിച്ചായിഷത്തായുടെ ഒരു വാഗ്മയ ചിത്രം ഉണ്ടാക്കാം. അപ്പോൾ വാഗ്മയ ചിത്രം ഉണ്ടാക്കുമ്പോൾ ഞാൻ എപ്പോഴും എല്ലാ വീഡിയോയിലും പറയാറുണ്ട്, നമ്മൾ ഏതൊരു വാഗ്മയ ചിത്രം ആയിക്കോട്ടെ, ആസ്വാദനക്കുറിപ്പായിക്കോട്ടെ, വിവരണം, അനുഭവക്കുറിപ്പ് എന്ന് തയ്യാറാക്കുകയാണെങ്കിലും നല്ലൊരു തലക്കെട്ട് കൊടുക്കുക. അത് നമ്മുടെ എഴുതുന്നത് കുറച്ചും കൂടി ഭംഗിയാക്കാൻ സഹായിക്കും. നല്ലൊരു തലക്കെട്ട്, നമ്മൾ എന്താണോ എഴുതുന്നത് അതിനെക്കുറിച്ചുള്ള ഒരു തലക്കെട്ട് കൊടുക്കാം. ഇവിടെ നമ്മൾ ബിച്ചായിഷത്താത്തയെക്കുറിച്ചാണ് എഴുതുന്നത്, അതുകൊണ്ട് തന്നെ നമ്മളിവിടെ എന്താ തലക്കെട്ട് കൊടുത്തത്? പലഹാരങ്ങളുടെ സുൽത്താൻ എന്നാണ് തലക്കെട്ട്. ഇനി നമ്മൾ ബിച്ചായിഷത്തായെക്കുറിച്ചാണ് എഴുതുന്നത്. അപ്പോൾ ബിച്ചായിഷത്തായെക്കുറിച്ച് ഈ വീഡിയോയിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ മനസ്സിലാക്കുക. എല്ലാം പഠിക്കണം എന്ന് പറയുന്നില്ല. അപ്പോൾ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കി നിങ്ങളുടെ വാക്കുകളിൽ നിങ്ങൾക്ക് പരീക്ഷാ പേപ്പറിൽ എഴുതാനായിട്ട് സാധിക്കണം. ഓക്കെ. ഇനി വാഗ്മയ ചിത്രം എന്നല്ല, മറിച്ച് കഥാപാത്ര നിരൂപണം എഴുതാൻ പറഞ്ഞാലും നമുക്ക് ഇത് തന്നെ എഴുതാവുന്നതാണ്. ഓക്കെ. അടുക്കളയിലെ ചട്ടിപ്പത്തിരി എന്ന പാഠഭാഗത്തിലൂടെ മലബാറിൻ്റെ തനതു രുചികളുടെ മധുരം നമുക്ക് പകർന്നു നൽകിയ വ്യക്തിയാണ് ബിച്ചായിഷത്താത്ത. പലഹാരങ്ങളുടെ ലോകത്തെ ഒരു സുൽത്താനായി അവരെ കാണാൻ കഴിയും. കേവലം ഒരു പാചകക്കാരി എന്നതിലുപരം സ്നേഹവും കരുതലും വാത്സല്യവും ചേർന്നതാണ് അവർ ഓരോ വിഭവം ഒരുക്കുന്നത്. അപ്പോൾ അവരുടെ ഓരോ വിഭവം ഒരുക്കുന്ന എങ്ങനെ? ആ സ്നേഹവും കരുതലും വാത്സല്യം ചേർത്തിട്ടാണ് അല്ലേ? വാർദ്ധക്യത്തിൻ്റെ ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ കൂടി അടുക്കളയിലേക്ക് പ്രവേശിക്കുമ്പോൾ അവർക്കൊരു അസാധാരണ ഊർജ്ജമാണ് അല്ലേ? എവിടുന്നില്ലാത്തൊരു ശക്തിയാണ് മൂപ്പത്തിക്ക് അടുക്കളയിലേക്ക് കയറുന്ന സമയത്ത് ലഭിക്കുന്നത്. താത്തയുടെ കൈപ്പുണ്യം ഏത് ലളിതമായ വിഭവത്തെയും അമൃതമാക്കി മാറ്റുന്നു. അവർ കുഴയ്ക്കുന്ന മാവിലും പാരമ്പര്യമായി പകർന്നു കിട്ടിയ മസാലക്കൂട്ടുകളിലും ഒരു മാന്ത്രിക വിദ്യ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ഒന്നിനു മീതെ ഒന്നായി ചട്ടിപ്പത്തിരിയുടെ അടുക്കുകൾ ക്രമീകരിക്കുമ്പോൾ അവർ ഒരു ശില്പിയെ പോലെ ആ വിഭവത്തെ രൂപകൽപ്പന ചെയ്യുന്നു. പലഹാരങ്ങളുടെ താജ് എന്ന് പറയുന്നതിൽ ഒട്ടും അതിശയോക്തിയില്ല. കാരണം അത്രയ്ക്ക് ശ്രദ്ധയോടും ഭംഗിയോടുമാണ് അവർ ആ പലഹാരം പണിതുയർത്തുന്നത്. ശരിയാണ്. അവരുടെ ചുളിവുകൾ വീണ മുഖത്ത് എപ്പോഴും ഒരു സ്നേഹത്തിൻ്റെ പുഞ്ചിരി കാണാം. അടുക്കളയിലെ ചൂടും പുകച്ചിലും അവർ തളർത്തുന്നില്ല, മറിച്ച് കഴിക്കാൻ വരുന്നവർക്ക് അത് സന്തോഷത്തോടെ വിളമ്പുമ്പോഴാണ് താത്തയുടെ മുഖം തിളങ്ങുന്നത്. താത്തയുടേത് വെറും ഒരു പാചകമല്ല, മറിച്ച് തലമുറകളായി പകർന്നു വന്ന സംസ്കാരത്തിൻ്റെയും സ്നേഹത്തെയും അടുത്ത തലമുറയ്ക്ക് പകർന്നു നൽകുന്ന ഒരു പ്രക്രിയയാണ്. ആ മധുരവും വാത്സല്യവും ആ പഴയ അടുക്കളയിൽ ഇന്നും നിറഞ്ഞു നിൽക്കുന്നു. നമ്മൾ ബിച്ചായിഷത്തെക്കുറിച്ചുള്ളൊരു വാഗ്മയ ചിത്രമാണ് നമ്മൾ നോക്കിയത്. ഇതുപോലെ തന്നെ നിങ്ങളുടെ കഥാപാത്ര നിരൂപണം ചോദിച്ചാൽ നിങ്ങൾക്ക് ഇതിലുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്താവുന്നതാണ്. ഓക്കെ. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. അടുത്തത് നമുക്കൊരു വിവരണക്കുറിപ്പാണ് തയ്യാറാക്കാനുള്ളത്. എത്ര ഭക്ഷണ വിഭവങ്ങളാണ് നമ്മുടെ അടുക്കളയിൽ പാകം ചെയ്യാറുള്ളത്? അല്പം പാചകമൊക്കെ നിങ്ങൾക്കും അറിയില്ലേ? നിങ്ങൾക്കിഷ്ടപ്പെട്ട വിഭവം തയ്യാറാക്കുന്നതിൻ്റെ വിവരണം നിങ്ങൾക്കത് റെക്കോർഡ് ചെയ്യുമ്പോൾ കേൾക്കാം. ബാക്കിൽ ഒരുപാട് നോയ്സ്, ഡിസ്റ്റർബൻസ് ഉണ്ട്. പക്ഷേ നിങ്ങളത് മൈൻഡ് ചെയ്യണ്ട കേട്ടോ. നിങ്ങൾ എഴുതിയിരിക്കുന്ന കാര്യങ്ങളൊക്കെ നോക്കുക. നമുക്കെന്താണ്, നമുക്കിഷ്ടപ്പെട്ട ഒരു വിഭവത്തിനെ കുറിച്ച് നമ്മളൊരു വിവരണം തയ്യാറാക്കണം. ഞാനിവിടെ ഒരു പായസത്തെക്കുറിച്ചാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ നിങ്ങളതൊന്ന് നോക്കുക കേട്ടോ. അതിലെങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടത്, അതൊക്കെ നോക്കുക. കാരണം നമുക്ക് ഇങ്ങനൊരു ചോദ്യം വന്നാൽ എളുപ്പം എഴുതാമല്ലോ അല്ലേ? ആവശ്യമായ കാര്യങ്ങൾ എന്തൊക്കെയാണ്? ചെറുപയർ വറുത്തത് 1 കപ്പ്, ചെറുപയർ പായസമാട്ടോ ഉണ്ടാക്കുന്നത്. പിന്നെ ശർക്കര 1/2 കിലോഗ്രാം, തേങ്ങാപ്പാൽ 1-ാം പാൽ, 2-ാം പാൽ, 3-ാം പാൽ, അങ്ങനെ ഒന്നും എഴുതണ്ട. തേങ്ങാപ്പാലിന് എഴുതിയാൽ മതി. പിന്നെ ഏലക്ക പൊടിച്ചത് 4-5 എണ്ണം, നെയ്യ്, പിന്നെ തേങ്ങാക്കൊത്ത്, അണ്ടിപ്പരിപ്പ്, ഉണക്കമുന്തിരി ആവശ്യത്തിന്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് വേണ്ടത്. ഇനി നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. തയ്യാറാക്കുന്ന വിധം: ആദ്യം ചെറുപയർ നന്നായി വറുത്തെടുക്കുക. ശേഷം ഒരു കുക്കറിൽ ആവശ്യത്തിന് വെള്ളം ചേർത്ത് പയർ നല്ലവണ്ണം വേവിച്ചെടുക്കുക. ശർക്കരയിൽ കുറച്ച് വെള്ളം ഒഴിച്ച് തിളപ്പിച്ച് അരിച്ചെടുക്കുക. വേവിച്ച പയർ ഒരു ഉരുളിയിലോ അല്ലെങ്കിൽ കട്ടിയുള്ള പാത്രത്തിലോ ഒഴിച്ച് ശർക്കര പാനി ചേർത്ത് നന്നായി ഇളക്കുക. ഇത് തിളച്ച് പയറിലേക്ക് മധുരം പിടിക്കുമ്പോൾ വരെ തുടരുക. ഇതിലേക്ക് തേങ്ങയുടെ 3-ാം പാലും 2-ാം പാലും ചേർത്ത് ചെറു തീയിൽ ഇളക്കി തിളപ്പിക്കുക. ശേഷം ഏലക്ക പൊടിച്ചതും ചേർക്കാം. പായസം കുറുകി വരുമ്പോൾ കട്ടി തേങ്ങാപ്പാൽ 1-ാം പാൽ ചേർത്ത് ഉടൻ തീ ഓഫ് ചെയ്യുക.
മറ്റൊരു ചെറിയ പാനിൽ നെയ്യ് ചൂടാക്കി തേങ്ങാക്കൊത്ത്, അണ്ടിപ്പരിപ്പ്, ഉണക്കമുന്തിരി എന്നിവ വറുത്തെടുത്ത് ഇത് പായസത്തിലേക്ക് ചേർക്കുക. അപ്പോൾ നിങ്ങൾ ഈ നാലാമത്തതിൽ നമ്മളോട് പറയുന്നുണ്ടല്ലോ, ഒന്നാം പാല്, രണ്ടാം പാല്, അങ്ങനെയൊന്നും നിങ്ങൾ എഴുതേണ്ട ആവശ്യമില്ല. ഇതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിക്കുക, നന്നായി ഇളക്കുക, ഓഫ് ചെയ്യുക, അങ്ങനെ എഴുതിയാൽ മതി. ഓക്കെ, വളരെ ചെറുതാക്കി എഴുതിയാൽ മതി. ഇതുപോലെ വിവരിച്ചൊന്നും എഴുതണമെന്നില്ല. നിങ്ങളുടെ വാക്കുകൾ നിങ്ങൾക്കറിയുന്ന രീതിയിൽ എഴുതാം. എത്ര മാർക്കിൻ്റെ ചോദ്യമാണെന്നുള്ളത് നോക്കാം, എന്നിട്ട് അതിനനുസരിച്ച് എഴുതാം. 5 മാർക്കിൻ്റെ ആണെങ്കിൽ നമ്മൾ ഇതുപോലെ നല്ല രീതിയിൽ എഴുതണം, എന്നാൽ മാത്രമേ നമുക്ക് മാർക്ക് കിട്ടുള്ളൂ. അതുപോലെ ഇങ്ങനെ ആവശ്യമായ കാര്യങ്ങൾ തയ്യാറാക്കുന്ന വിധം അങ്ങനെ നല്ല വൃത്തിയിൽ കാര്യങ്ങളൊക്കെ നല്ല സ്ട്രക്ചറാക്കിയിട്ട് എഴുതാനായിട്ട് ശ്രമിക്കുക. ഇങ്ങനെ പരത്തി എന്തൊക്കെ എഴുതാതെ ഇങ്ങനെ ചെറിയ പാരഗ്രാഫ് ആക്കിയിട്ടൊക്കെ എഴുതാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസിലി മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ഇനി നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്. വിശകലനക്കുറിപ്പ്. മഴ പെയ്തു തീർന്നിട്ടും വീശി നിൽക്കും കുളിർതെന്നൽ പോലവൻ മാത്രമായി. ഗാന്ധിജിയുടെ ആശ്രമത്തിൽ വന്നെത്തിയ കുട്ടിയോട് അദ്ദേഹം എങ്ങനെയാണ് പെരുമാറിയത്? അങ്ങനെ ഒരു കുട്ടി നിങ്ങളെ സമീപിച്ച് സഹായം ആവശ്യപ്പെട്ടാലോ? സന്ദർഭം വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. സന്ദർഭം വിശകലനം ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ തന്നിരിക്കുന്ന കാര്യം അല്ലെ, ഗാന്ധിജിയുടെ അടുക്കൽ ആശ്രമത്തിലൊരു കുട്ടി വന്നാൽ ഗാന്ധിജി എങ്ങനെയാണ് പെരുമാറുന്നത്, അതുപോലെ തന്നെ നിങ്ങളുടെ അടുത്തൊരു കുട്ടി അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് പ്രതികരിക്കുക, ഇതൊക്കെ ആ ഒരു സന്ദർഭം നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് എക്സാമിൻ ചെയ്യുക. എന്താണ് കാര്യം എന്ന് മനസ്സിലാക്കുക, നമ്മൾ എങ്ങനെയാണ് അവിടെ ചെയ്യാമെന്ന് മനസ്സിലാക്കുക. അതാണ് നമ്മൾ എഴുതേണ്ടത് വിശകലനക്കുറിപ്പിൽ. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഒരു വിശകലനക്കുറിപ്പ് നോക്കിയാലോ. എപ്പോഴും പറയുന്നത് പോലെ ഒരു തലക്കെട്ട് കൊടുക്കുക. ഇവിടെ കൊടുത്തിരിക്കുന്നത് ഗാന്ധിജിയുടെ കരുണയും എൻ്റെ കാഴ്ചപ്പാടും. നമ്മളിവിടെ ഒരു വിശകലനക്കുറിപ്പ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ ഇത്രയൊക്കെ എഴുതണമെന്ന് ചിന്തിക്കും. പക്ഷേ വേണ്ട, നിങ്ങളൊരു പാരഗ്രാഫൊക്കെ എഴുതിയാൽ മതി. ഇതിൽ ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരും. ഈ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്കൊക്കെ ഒന്ന് എടുക്കുക. ഓക്കെ, മനസ്സിലാക്കുക. ആ വാക്കുകളും അവിടെ പറയുന്ന കാര്യങ്ങളും മനസ്സിലാക്കുക. അപ്പം നിങ്ങൾക്ക് എക്സാം എഴുതുന്ന ടൈമിൽ ഈ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മനസ്സിലേക്ക് ഒന്നും കൂടി വരും. അപ്പോൾ നിങ്ങൾക്ക് എഴുതാനായിട്ട് ആശയങ്ങൾ കിട്ടും അല്ലേ. ചില സമയം നമ്മൾ എക്സാം ഹാളിൻ്റെ മുന്നിലിരിക്കുമ്പോൾ നമുക്കൊന്നും അങ്ങനെ നമ്മുടെ മൈൻഡിലേക്ക് വരില്ല അല്ലേ, ഒരു ഐഡിയാസും വരില്ല എന്ന് പറയുന്ന പോലെ. അപ്പോൾ നിങ്ങളിത് വായിച്ചാലും നമ്മളിത് മനസ്സിലാക്കിയാലുമാണ് ആ ഒരു സമയത്ത് നമുക്ക് ആ ഒരു പാഠത്തിൽ നിന്ന് എഴുതാനായിട്ട് പറ്റുള്ളൂ. ഇനി നമുക്കിതൊന്ന് വായിച്ച് നോക്കാം. ഗാന്ധിജിയുടെ ജീവിതത്തിൽ നിന്നുള്ള ഈ സന്ദർഭം അദ്ദേഹത്തിൻ്റെ അചഞ്ചലമായ കാരുണ്യത്തിൻ്റെയും മനുഷ്യ സ്നേഹത്തിൻ്റെയും നേർക്കാഴ്ചയാണ്. ഈ വേർഡൊക്കെ നിങ്ങൾ പുതുതായി കേൾക്കുന്ന വേർഡൊക്കെ ഓർത്ത് വെക്കുക, അല്ലെ, എഴുതി വെക്കുക. അചഞ്ചലമായി അല്ലേ. ആശ്രമത്തിൽ വന്നെത്തിയ പാവപ്പെട്ട ആ കുട്ടിയോട് ഗാന്ധിജി പെരുമാറിയ രീതി തികച്ചും വ്യത്യസ്തമായിരുന്നു. അദ്ദേഹം ആ കുട്ടിയെ ഒട്ടും താഴ്ത്തി കണ്ടില്ല, മറിച്ചൊരു പിതാവിൻ്റെ വാത്സല്യത്തോടെ ആ കുട്ടിയെ ചേർത്ത് പിടിച്ചു. അവൻ്റെ പേരും വിവരങ്ങളും ചോദിച്ചറിയുകയും ആവശ്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുകയും ചെയ്തു. അവന് ഭക്ഷണവും വെള്ളവും നൽകി സന്തോഷിപ്പിച്ചു. ഗാന്ധിജിയുടെ ഈ ലളിതമായ പെരുമാറ്റം ആ കുട്ടിക്ക് വലിയൊരു ആശ്വാസവും സുരക്ഷിതത്വവും നൽകി. ഗാന്ധിജി വെറും ഒരു വലിയ നേതാവല്ല, മറിച്ച് സഹജീവികളുടെ വേദന മനസ്സിലാക്കുന്ന ഒരു വലിയ മനുഷ്യനായിരുന്നു എന്നീ സന്ദർഭം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. അപ്പം നമ്മളോട് ആദ്യം പറഞ്ഞത് ഗാന്ധിജി ആ കുട്ടിയോട് എങ്ങനെയാണ് പെരുമാറിയെന്ന്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു പാരഗ്രാഫിൽ ഉൾപ്പെടുത്തി അല്ലേ. ഗാന്ധിജി ആ കുട്ടിയോട് എങ്ങനെയൊക്കെയാണ് പെരുമാറിയത്, എത്ര വാത്സല്യത്തോടെ, ഒരു പിതാവിൻ്റെ വാത്സല്യത്തോടെയാണല്ലേ പെരുമാറിയത്, അതൊക്കെ നമ്മൾ ഈ ഒരു പാരഗ്രാഫിൽ പറഞ്ഞു. ഇനി നമ്മളെടുത്തൊരു കുട്ടി ഇങ്ങനെ ആവശ്യപ്പെട്ട് വന്നാലൊക്കെ നമ്മൾ എങ്ങനെയാണ് അവരെ സമീപിക്കുക എന്നുള്ളതാണ് നമ്മൾ അടുത്തതിൽ പറയാൻ പോകുന്നത്. ഞാൻ തീർച്ചയായും ആ കുട്ടിയെ സ്നേഹത്തോടെയും കരുതലോടെയും സ്വീകരിക്കും. ഒന്നാമതായി അവൻ്റെ ഭയവും ആശങ്കയും മാറ്റാൻ ശ്രമിക്കും. അവനെ ആശ്വസിപ്പിക്കുകയും സുരക്ഷിതനായി അനുഭവപ്പെടുകയും ചെയ്യും. അവൻ്റെ പേര്, സ്ഥലം തുടങ്ങിയ കാര്യങ്ങൾ സ്നേഹപൂർവ്വം ചോദിച്ചറിയും. രണ്ടാമതായി അവൻ്റെ അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റാൻ ഞാൻ മുൻഗണന നൽകും. അവന് വിശക്കുന്നുണ്ടെങ്കിൽ ഭക്ഷണം നൽകും, ദാഹമുണ്ടെങ്കിൽ വെള്ളം നൽകും. അവൻ്റെ വസ്ത്രങ്ങൾ കീറിയിട്ടുണ്ടെങ്കിൽ എൻ്റെ പഴയ വസ്ത്രങ്ങളിൽ നിന്നും നല്ലത് അവന് കൊടുക്കാൻ അമ്മയോട് ചോദിക്കും. അവൻ്റെ എല്ലാ ആവശ്യങ്ങളും മനസ്സിലാക്കിയ ശേഷം അത് വീട്ടിലെ മുതിർന്നവരോട് അറിയിക്കും. എൻ്റെ മാതാപിതാക്കളുടെ സഹായത്തോടെ ആ കുട്ടിയെ അവൻ്റെ വീട്ടിലോ അല്ലെങ്കിൽ ആവശ്യമായ സംരക്ഷണ കേന്ദ്രത്തിലോ എത്തിക്കാൻ നടപടികൾ സ്വീകരിക്കും അല്ലേ. നമ്മളെടുത്തും ഒരാളിങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അവരെ ആശ്വസിപ്പിക്കണം. അവർക്ക് നമ്മളെ എടുത്ത് സുരക്ഷിതമാണ് എന്ന് അവർക്ക് ഫീൽ ചെയ്യുന്ന തരത്തിൽ നമ്മൾ അവരോട് പെരുമാറണം. സ്ഥലം, വീട്, കാര്യങ്ങളൊക്കെ ചോദിക്കുക. പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത്, അവരുടെ അടിസ്ഥാന കാര്യങ്ങൾ അല്ലേ. ചിലപ്പോൾ നന്നായിട്ട് വിശന്നിട്ടായിരിക്കും നമ്മളെടുത്ത് വരുന്നത്. നമ്മൾ എന്ത് ചെയ്യണം, ഭക്ഷണം എത്തിച്ചു കൊടുക്കണം. വെള്ളമാണെങ്കിൽ വെള്ളം എത്തിച്ചു കൊടുക്കണം. വസ്ത്രം ഇല്ലെങ്കിൽ അത് കൊടുക്കണം അല്ലേ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യും. അപ്പം അങ്ങനെ നിങ്ങൾ എഴുതണം. അപ്പോൾ ചോദ്യം നമ്മൾ എഴുതുന്ന രീതി, ഉത്തരം എഴുതുന്ന രീതി കണ്ടല്ലോ. ചോദ്യത്തിൽ ആദ്യം നമ്മൾ ചോദിച്ചത് ഗാന്ധിജി എങ്ങനെയാണ് സമീപിച്ചത്, രണ്ടാമതായിട്ട് നമ്മളെങ്ങനെയാണ് സമീപിക്കുകയാണ്. അപ്പോൾ അത് രണ്ടും നമ്മൾ 2 പാരഗ്രാഫായിട്ട്
പറഞ്ഞു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നത്. അതും പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്നാണ് കരുതുന്നത്. തീർച്ചയായും കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യാത്തവരുണ്ട്. 6ാം ക്ലാസ്സിൻ്റെയൊക്കെ ചോദ്യപേപ്പറിൻ്റെ വീഡിയോകൾ നമ്മൾ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നോട്ടിഫിക്കേഷൻ അപ്പം ലഭിക്കാനായി സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബട്ടൺ ഓൺ ആക്കി വെക്കുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്